പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഫിഖ് പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് വഫിക്ക് ചേരുംപടി ചേർക്കാനാണ്. 7 ചോദ്യങ്ങളാണ് അതിലുള്ളത്. അറബിയിലാണ്. അറബിയിൽ തന്നെ അതിൻ്റെ ഉത്തരം ഇടത് ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തതൊക്കെ എളുപ്പമുള്ളതാണ്. സ്വലാത്തുല്ലുഹ. സ്വലാത്തുല്ലുഹയ്ക്ക് നേരെ വരുന്നത് സമാനി റക്കായത്തിൻ 8 റക്കായത്താണ്. അപ്പോൾ ലുഹയുടെ റക്കായത്തിൻ്റെ എണ്ണം നമ്മളെ മനസ്സിലുണ്ടാവണം. ഇനി സ്വലാത്തു തസ്ബീഹ് നിസ്കാരം 4 റക്കായത്തിൻ, അത് 4 റക്കായത്താണ്. ഇനി സ്വലാത്തു തഹിയ്യത്ത് ആശീർവാദ നിസ്കാരം, അത് ഏതിനുള്ളതാണ്? അൽ മസ്ജിദ്, പള്ളിക്ക് വേണ്ടിയുള്ള ആശീർവാദ നിസ്കാരമാണ് സ്വലാത്തു തഹിയ്യത്ത്. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിക്കൊരാശംസ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ വാട്സപ്പിലൊക്കെ ആശംസകൾ അറിയിക്കുന്നില്ല. പള്ളിയിൽ കയറുമ്പോഴുള്ള ആശംസയാണ് തഹിയ്യത്ത് നിസ്കാരം. അപ്പോൾ അതിനോട് യോജിച്ചത് ഈ ബ്രാക്കറ്റിലുള്ളത് മസ്ജിദ് എന്നാണ്. ഇനി ഇസ്തിറാഹത്തിൻ്റെ നിസ്കാരം എന്താണ്? ഇതാ ഹമ്മ ബി അംരിൻ, നമ്മളൊരാവശ്യം മുന്നിൽ കാണുമ്പോൾ, ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ഉള്ള നിസ്കാരമാണ് ഇസ്തിറാഹത്തിൻ്റെ നിസ്കാരം. അപ്പോൾ ളുഹ നിസ്കാരം, തസ്ബീഹ് നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, ഇസ്തിറാഹത്തിൻ്റെ നിസ്കാരം, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ പറഞ്ഞ 50 മാർക്ക് നമുക്ക് നേടാൻ കഴിയും. ഇനി സലാസുമിഅ 300 എന്നതിനോട് യോജിച്ചത് എന്താണ്? മജ്മുഉ തസ്ബീഹാത്ത്, ടോട്ടൽ തസ്ബീഹ് എന്നാണ് മജ്മുഉ തസ്ബീഹാത്തിൻ്റെ അർത്ഥം. അപ്പോൾ ടോട്ടൽ തസ്ബീഹാണ് 300. ഏതിൽ? തസ്ബീഹ് നിസ്കാരത്തിലെ ടോട്ടൽ തസ്ബീഹ് 300 അതാണ് മജ്മുഉ തസ്ബീഹാത്തിനെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതിലെ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠങ്ങൾ നന്നായി വായിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ കഴിയും. ഇനി രണ്ടാമത്തത് എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്, പാഠപുസ്തകത്തിലുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലഅലി സ്വഹീഹി വലിൽ ഖത്തഇ, ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താനാണ്. അതിൽ ഒന്നാമത് വന്നിട്ടുള്ളത് തുസ്തഹബ്ബു സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം സുന്നത്താകും. ഫീ കുല്ലി വക്തിൻ, എല്ലാ സമയത്തും. ബിലസ്തിസ്നായിൻ, ഒരു ഉപാധിയുമില്ല, എല്ലാ സമയത്തും പറ്റും. ഇന്ന സമയത്ത് പറ്റൂല എന്നില്ല, എല്ലാ സമയത്തും പറ്റുന്ന നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉത്തരം തെറ്റാണ്. ഇവിടെ ഇത് തെറ്റാണ്. കാരണം നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതാണ്, ഖറാഅത്തിൻ്റെ സമയത്തൊഴികെയാണ് തസ്ബീഹ് നിസ്കാരം സുന്നത്ത് വരുന്നത്. കറാഹത്തുള്ള സമയമുണ്ട്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയം, സൂര്യൻ ഉദിക്കുന്ന ആ സമയം, നട്ടുച്ച, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമയത്ത് കറാഹത്തിൻ്റെ സമയമാണ് നിസ്കാരം കറാഹത്ത് വരുന്നത്. അപ്പോൾ ആ സമയത്തൊഴികെ എന്നുള്ളത് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമയത്തും തസ്ബീഹ് നിസ്കാരം സുന്നത്തില്ല. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. 2 സ്വലാത്തു തസ്ബീഹ് നമസ്കാരം തെക്കൂനു 4 റക്അത്തിൻ ഫഖത്ത്, അത് 4 റക്അത്ത് മാത്രമാണ്. എപ്പോൾ തസ്ബീഹ് നിസ്കരിക്കുകയാണെങ്കിലും 4 റക്അത്ത് ഉണ്ടാവും. ശരിയല്ലേ? ഏത് സമയത്ത്, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് തന്നെയാണ്. കാരണം എന്നാലേ നമ്മൾ ഈ പറഞ്ഞ 300 റെഡി ആവുള്ളൂ. ഓക്കെ, അത് എളുപ്പമുള്ളതാണ്. ഇനി സ്വലാത്തു തസ്ബീഹ് നിസ്കാരം ലാ തഹ്തവി അല അയ്യി തസ്ബീഹാത്തിൻ, തസ്ബീഹ് നിസ്കാരത്തിൽ നമുക്ക് ഏത് തസ്ബീഹും അവലംബിക്കാം, ഏത് തസ്ബീഹും പറ്റും. അങ്ങനെയുണ്ടോ? ഇല്ല. തസ്ബീഹ് നിസ്കാരത്തിൽ പറയപ്പെട്ട, നമ്മുടെ പാഠത്തിൽ പറഞ്ഞ ആ തസ്ബീഹ് മാത്രമേ പറ്റൂ. അപ്പോൾ ഏത് തസ്ബീഹും പറ്റും എന്നുള്ളത് തെറ്റാണ്. ഇനി നാലാമത്തത് മൻ അഖറ സ്വലാത്ത ബി ഗൈരി ഉദ്രിൻ, കാരണം കൂടാതെ നിസ്കാരത്തിനെ പിന്തിപ്പിച്ചവൻ യൽസമുൽ ഖലാഉ ഫൗറൻ, അതിനെ വേഗത്തിൽ തന്നെ ഖലാഉ വിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഒരു കാരണവുമില്ലാതെ വെറുതെ കളിച്ച് ചിരിച്ച് മൊബൈൽ നോക്കിയിരുന്ന സമയം കളഞ്ഞ് നിസ്കാരം ഖലാ ആക്കിയവന് വേഗം തന്നെ ആ നിസ്കാരം ഖലാഉ വിട്ടൽ നിർബന്ധമാണ്. അത് ശരിയാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഉത്തരം അറിയാൻ പാഠം വായിക്കുക, നന്നായി വായിക്കുക. ഇനി അടുത്തത് മൂന്നാമത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കാനുള്ളതൊക്കെ നിർബന്ധമായിട്ടും അറബിയിൽ തന്നെ എഴുതണം.
അപ്പോൾ നാലാമത്തത് അജിബാണ്, ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യം. ആ ചോദ്യങ്ങൾക്കൊക്കെ അറബി മലയാളത്തിലും നിങ്ങൾക്ക് എഴുതാം. എന്നാലും സമസ്തയുടെ തീരുമാനം 10% മാർക്ക് കുറച്ചിട്ട് കൊടുക്കണം എന്നതാണ്. അറബിയിൽ തന്നെ പരമാവധി എഴുതി ശീലിക്കുക, അതിന് നന്നായി വായിച്ച് പഠിച്ചാൽ മതി. ഒന്നാമത്തത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അസ്സലാത്തു, നിസ്കാരമാണ്. 2 അസ്സലാത്തു, നിസ്കാരം, ലാ തസ്കുതു, അത് ഒഴിവായി പോവില്ല, മാദാമൽ അഖ്ലു സാബിതൻ, അവൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം ഒരാൾക്കും ഒഴിവില്ലാത്ത സംഭവമാണ്. ഹജ്ജ് പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, നോമ്പ് ആരോഗ്യമുണ്ടെങ്കിൽ പിടിച്ചാൽ മതി. പക്ഷേ നിസ്കാരം ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്തോളണം. മൂന്നാമത്തത് സ്വലാത്തുൻ നഫിൽ, സുന്നത്ത് നിസ്കാരം, ഹിയ അഫ്ളലു നവാഫിൽ, സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന്, സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. തൊപ്പി വെക്കൽ സുന്നത്താണ്, അതുപോലെ തന്നെ ബാത്റൂമിൽ തലമറക്കൽ സുന്നത്താണ്, അങ്ങനെ ഒട്ടനേകം സുന്നത്തായ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ശ്രേഷ്ഠമായ ഒന്നാണ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത്. ഇനി 4 ഇദാ അൻത ഫഅൽത ദാലിക, നീ അത് ചെയ്തു കഴിഞ്ഞാൽ ഒഫറ, പുറത്തു തരും. ആര് പുറത്തു തരും? അള്ളാഹു പുറത്തു തരും. ഏത് ചെയ്താൽ? തസ്ബീഹ് നിസ്കരിച്ചാൽ ഒഫർ അള്ളാഹു പുറത്തു തരും, ലക്ക, നിനക്ക്, ദമ്പക്ക, നിൻ്റെ പാപങ്ങളെ. ഇനി 5 യുക്റഹു തെർക്കു തെഹിയ്യത്ത് നിസ്കാരത്തെ, നേരത്തെ പറഞ്ഞ പള്ളിക്കുള്ള ആശംസ നിസ്കാരത്തെ ഒഴിവാക്കൽ കറാഹത്താണ്. ബിലാ ഉദിരിൻ, ഒരു കാരണവുമില്ലാതെ തെഹിയ്യത്ത് നിസ്കാരത്തെ ഒഴിവാക്കൽ കറാഹത്താണ്. അപ്പോൾ അതൊക്കെ പോയിൻ്റുകളാണ്. ഒരു വട്ടം മനസ്സിലായില്ലെങ്കിൽ 2 വട്ടം 3 വട്ടമൊക്കെ കേട്ട് കണ്ട് മനസ്സിലാക്കി വെച്ചാൽ നല്ല മാർക്ക് നേടാൻ പറ്റും. 4 അജിബ്, ഉത്തരം എഴുതാനാണ്. ലിമ ശുരി അൻ നഫ്ലു, എന്തുകൊണ്ടാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ ശറയിൽ വന്നത്? ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ വന്നത്? ഫർള് നിസ്കാരം തന്നെ പോരായിരുന്നോ? സുന്നത്ത് നിസ്കാരം എന്തിനാണ് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരതാണ് ശുരി അൻ നഫ്ലു, സുന്നത്ത് നിസ്കാരങ്ങൾ ശറ ആയത് ലിയുക്കുമില നഖ്സൽ ഫറായിൽ, ഫർളുകളിലുള്ള വീഴ്ചകളെ പരിഗണിക്കാനാണ്. അപ്പോൾ നമ്മുടെ ലോഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി, ഈ ഫർളുകളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കും. മാത്രമല്ല വഹുവ യക്കൂമു ഫിൽ ആഖിറത്തി, ഖിയാമത്ത് നാളിൽ അത് നിൽക്കും. മക്കാമ മാ ഫാത്ത മിനൽ ഫറായിലി ബി ഉദിരിൻ കനിസിയാനിന്, ഫർളുകളിൽ നിന്ന് മറവി പോലത്തെ കാരണങ്ങളാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഈ സുന്നത്ത് നിസ്കാരം നിൽക്കും. അപ്പോൾ ഒന്ന് നമ്മുടെ ഫർളിലെ പോരായ്മകൾ പരിഗണിക്കും. മറവി പോലത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫർളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്തും ഇത് നിൽക്കും. അതിനാണ് ഈ ഇസ്ലാം എന്ത് കൊണ്ടുവന്നത്? സുന്നത്ത് നിസ്കാരം കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. രണ്ടാമത്തത് മത്താ യുസല്ലിൽ മുസ്ലിമു സലാത്തുൽ ഇസ്തിഖാറ, ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴാണ് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കേണ്ടത്? എപ്പോഴും നിസ്കരിക്കാൻ പറ്റുമോ? അതിന് കാരണമുണ്ട്. യുസല്ലിൽ മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കണം സലാത്തുൽ ഇസ്തിഖാറത്ത് നിസ്കാരം ഇദാ ഹമ്മ ബി അംരിൻ, അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, വലം യഅരിഫു ആഖിബത്തുഹു, അതിൻ്റെ പര്യവസാനം, അതിൻ്റെ അവസാനം എന്താകും എന്ന് അവനിക്കറിയില്ല. അവനൊരു കാര്യം തീരുമാനിച്ചു, ഒരു കാര്യം ഉദ്ദേശിച്ചു, പക്ഷേ അതിൻ്റെ അവസാനം എന്താകും എന്നറിയില്ല. അത്തരം ഘട്ടങ്ങളിൽ ഇസ്തിഖാറത്തിൻ്റെ ഖൈറിനെ തേടിയുള്ള, ഏതാണ് ഖൈറ്, എന്താണ് ഖൈറ് എന്നൊക്കെ തേടിയിട്ടുള്ള നിസ്കാരമാണ് ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം. കൈഫ യുസല്ലിൽ മരീലു, രോഗി എങ്ങനെ നിസ്കരിക്കണം? യജിബു അലൽ മരീലി, രോഗിക്ക് നിർബന്ധമാണ് അൻ യുസല്ലിയ ഹസ്ബ ഖുദ്റത്തിഹി, അവനിക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ നിസ്കരിക്കണം. ചെരിഞ്ഞു കിടന്നോ മലർന്നു കിടന്നോ എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുക അങ്ങനെ നിസ്കരിക്കണം. 4 മാതാ യക്കൂലു മല്ലം യസ്തതിയ സ്വലാത്ത തഹിയ, പള്ളിക്കുള്ള ആശംസാ നിസ്കാരം, ആശീർവാദ നിസ്കാരം ഒരാൾക്ക് കഴിയില്ല എങ്കിൽ എന്താണ് അയാൾ പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
എന്ന് 4 തവണ 4 മറാത്ത്. 5 മൗലിഉ സലാത്തി മിനദ്ദീനി, നമ്മുടെ മതത്തിൽ ഇസ്ലാമിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ്? മൗലിഉ സലാത്തി മിനദ്ദീനി, ദീനിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം ക മൗലിഇ റഇസി, തല പോലെയാണ്, മിനൽ ജസദി, ശരീരത്തിൽ തലയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ദീനിൽ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. തലയില്ലെങ്കിൽ ശരീരമുണ്ടോ? നിസ്കാരമില്ലെങ്കിൽ ദീനില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നല്ല നിസ്കാരമുള്ള മക്കളായി നമ്മളൊക്കെ മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് 4-മത്തത് ഉക്തുബ് അദദ തസ്ബീഹി വ മഹല്ല ഫി സ്വലാത്തി തസ്ബീഹി, തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഓരോ ഫർളുകളിൽ എത്ര തസ്ബീഹ് ചെല്ലണം എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ എണ്ണം എത്രയാണ് വരുന്നത് എന്ന് ഒരു ഭാഗത്തും, ആ സ്ഥലം ഏതാണ്, ആ ഫർള് ഏതാണ് എന്നുള്ളത് ഒരു ഭാഗത്തും എഴുതാനാണ്. ഇതത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമല്ല. എന്നിരുന്നാലും എത്ര എണ്ണം എവിടെയൊക്കെ ചെല്ലണം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഏതെങ്കിലും 1-2 ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. അത് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മഹല്ലു തസ്ബീഹി അൽ അദദു ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം, വ സൂറത്തി, സൂറത്തിനും ഫാത്തിഹയ്ക്കും ശേഷം 15, ഫിർ റുക്കൂയി, റുക്കൂഹിൽ 10, ഫിൽ എഴുത്തിദാലി, എഴുത്തിദാലിൽ 10, ഫിസ് സജദത്തിൽ ഊല, 1-ാം സുജൂദിൽ 10, ബൈന സജദത്തേനി, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10, ഫിസ് സജദത്തി സാനിയ, 2-ാം സുജൂദിൽ 10, ഫി ജിൽസത്തിൽ ഇസ്തിറാഹത്തി വ ഖബ്ല തശഹുദി, അത്തഹിയാത്തിൻ്റെ മുമ്പ് 10. അതുപോലെ തന്നെ നമ്മൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം 1-ാം റക്അത്തിൽ നിന്ന് 2-ാം റക്അത്തിലേക്ക് എണീക്കുന്ന ആ ഒരു എണീക്കലിൽ അവിടെ ഒരു 10 വരുന്നുണ്ട്. അതാണ് ജിൽസത്തുൽ ഇസ്തിറാഹത്ത് എന്ന് പറയുന്നത്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം. പെട്ടെന്ന് തന്നെ 1-ാം റക്അത്തിൽ നിന്ന് 2-ാം റക്അത്തിലേക്ക് എണീക്കലല്ല, ഒരു ചെറിയ ഒരു ഇരുത്തം അവിടെ വരുന്നുണ്ട്. ആ ഇരുത്തത്തിൽ 10 വരുന്നുണ്ട്. മജ്മുഉ കുല്ലി റക്അത്തിൻ, ഓരോ റക്അത്തിലെ ടോട്ടൽ 75. അപ്പോൾ എല്ലാം എവിടെ ചെല്ലണം, എത്ര ചെല്ലണം എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഇനി 5-മത്തത് കമ്മിൽ പൂരിപ്പിക്കാനാണ്. അതിലൊന്ന് വലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു, നിസ്കാരമില്ലാത്ത ഒരുത്തന് ദീനില്ല. അപ്പോൾ ദീനിൻ്റെ വളരെ പ്രധാന ഘടകമാണ് നിസ്കാരം. നിസ്കാരമില്ലെങ്കിൽ ദീനില്ല എന്ന് തന്നെ പറയും. വ ഇന്നമാ മൗലിഉ സ്വലാത്തി മിനദ്ദീനി ക മൗലിഇ റൈസി മിനൽ ജസദി, ദീനിൽ നിസ്കാരത്തിൻ്റെ സ്ഥാനം ശിരസിൻ്റെ തലയുടെ സ്ഥാനം പോലെയാണ്, നേരത്തെ പറഞ്ഞ തന്നെ. ഇനി 6-മത്തത് ഉക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. അവിടെ എഴുതിയിട്ടില്ല, വായിച്ച അർത്ഥം വെക്കാം. അസ്വലാത്തു, നിസ്കാരം, ഇമാദുദ്ദീൻ, ദീനിൻ്റെ തൂണാണ് നിസ്കാരം, ദീനിൻ്റെ തൂണാണ്. ഫമൻ അഖാമഹ, ഒരാൾ അതിനെ നിലനിർത്തിയാൽ, ഫഖദ് അഖാമദ്ദീന, അവൻ ദീനിനെ തന്നെ നിലനിർത്തി. മൻ ഹദമഹ, ഒരാൾ അതിനെ ഒഴിവാക്കി കളഞ്ഞാൽ, ഫഖദ് ഹദമദ്ദീന, അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ നിസ്കരിക്കാതിരുന്നാൽ ദീനിനെ പൊളിച്ചു കളയും, നിലനിർത്തിയാൽ അവൻ ദീനിനെ നിലനിർത്തി എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. ഫിഖിൽ നമുക്ക് 6 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ വരുന്ന ചെറിയ ചെറിയ ഹദീസിൻ്റെ ഭാഗങ്ങളുണ്ട്, അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതുപോലെ തന്നെ വിധികളുണ്ടെങ്കിൽ അത്, പിന്നെ നിസ്കാരങ്ങൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 4 നിസ്കാരങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കും. അങ്ങനെ മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. തുടർന്നും നമുക്ക് നല്ല പേപ്പറുകളുള്ള വീഡിയോ ചെയ്യണം. ഇത് ഒരു മോഡൽ ആദ്യം പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി പരീക്ഷയുടെ തലേന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.